പടച്ചോനെ ആരാണ് അറ്റാക്കല്ല വരുന്നത്? ഞാൻ വരാനായോ? നാളെ ഒരു ഇതുപോലെ നിങ്ങളെ മുമ്പിലേക്ക് ഒരു വീഡിയോ ചെയ്ത് വരാൻ പറ്റുമോ നമുക്ക് ഉറപ്പൊന്നുമില്ല, അല്ലേ ഷോക്കത്തെ? നാളെ രാവിലത്തെ 5 മണീന്റെ ബാങ്ക് കേൾക്കുമ്പോഴാണ് ഒരിക്കലും കൂടി ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളത് ബോധ്യപ്പെടുക. ഇന്ന് കല്യാണം എന്തുണ്ടോ? ഒരു കല്യാണം ഉണ്ട്, പിന്നെ ഒരു മരിപ്പുണ്ട്. മരിപ്പോ ആര്? എങ്ങനെ വെച്ചാ അറ്റാക്ക് ഏതാന്നാ പറഞ്ഞിട്ട് അല്ലേ? ഏതായാലും ഈ മരിച്ചെടുത്ത് പോവാ. ഞാൻ നല്ലൊരു ഭക്ഷണം കഴിക്കാനുള്ള പരിപാടി ഉണ്ട്, കല്യാണം ഉണ്ട്, നല്ല ഫുഡാ, അടിച്ചു മാറി വരണം. മട്ടൻ മന്തി. അപ്പൊ പിന്നെ ഒഴിവാക്കാൻ പറ്റൂലല്ലോ. ഇന്നലെ കുറച്ച് തിന്ന് കുറച്ച് കൂടി. കുറച്ച് തിന്നാ മതി. ആരാണ് മരിച്ചത്? നമ്മളെ അടുത്തുള്ള എത്ര വയസ്സുണ്ടാവും? ഒരു 35 വയസ്സുള്ളൂ. 35? അറ്റാക്കാ? അറ്റാക്കാ. ചെറിയ ചെറിയ ആൾക്കാരെ മരിക്കണല്ലേ? എന്താ നോക്കി. പക്ഷെ എന്നാലും നമ്മളെ പോയ പോക്ക്. അപ്പൊ ഇന്ന് ആ കല്യാണത്തിന് പോണ്ടേ? കല്യാണത്തിന് പോയിക്കോ, കുറച്ച് തിന്നാ മതി. അറിയാതെ നമ്മള് ഭക്ഷണം കാണുമ്പോഴേ അടിച്ചിങ്ങോട്ട് മാറ്റിയാണ്. അതാണ് എനിക്ക് കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ തിന്നാ നിൽക്കാനും പറ്റില്ല, ആദ്യം മറന്ന് തിന്നണം. അതിനെന്താ നമ്മളെ നിയന്ത്രിക്കുക. ആര് കാണാനല്ലോ, മനുഷ്യന്മാരൊക്കെ നല്ല രീതിയിൽ ജീവിക്കാൻ തുടങ്ങിയോ? ഇതെന്തപ്പ ഇരിക്കണത്? പടച്ചോനെ ആരാണ് അറ്റാക്കല്ല വരുന്നത്? എന്ന് പോടാ അറ്റാക്ക്. ആനക്ക് പോലെ കാറ്റുണ്ടോ? എന്താ അത്? ഞാൻ വരാനായോ? ഒന്ന് പോയടാ. അറ്റാക്ക് എന്താണ്? അന്നേക്കാളും വലിയ അറ്റാക്കിനെ കണ്ട അറ്റാക്കേ? ഇവന്റെ ഒക്കെ രാഷ്ട്രീയ പവർ, പൊളിറ്റിക്കൽ പവർ എനിക്ക് അറിയിട്ടാണ്. ഈ വിചാരിച്ചാണെന്നല്ലോ. എനിക്കെന്ത് പൊളിറ്റിക്കലടോ, എനിക്കെന്ത് നേതാവ് നിൽക്കണ്? മന്ത്രി ആയിക്കോട്ടെ, രാജാവായിക്കോട്ടെ, എനിക്ക് ഏടിയും വരാം. അനക്കറിയാത്? അനക്കുണ്ടല്ലോ ഈ ഇപ്പൊ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ രീതിയൊക്കെ ആയിട്ടുണ്ടല്ലോ, എൻ്റെ അടുത്തേക്ക് എനിക്ക് വരാനുള്ള വഴി ഒരുക്കി വെക്കുന്നുണ്ട്. എടോ ഈ ഇനിയിപ്പോ ജഡ്ജി ആയാലും മന്ത്രി ആയാലും രാജാവായാലും എനിക്ക് കണക്കാ. പൊന്നാരൻ്റെ അറ്റാക്കേ, നിങ്ങൾ ഈ വൈക്ക് വരല്ലേ? വേറെ എല്ലേലും പോയി നോക്കി. എനിക്ക് 3-4 കുട്ടികളും കടും ബാധ്യതയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. നിങ്ങൾ ഈ വൈക്ക് വരാതൊക്കെ. എൻ്റെ കുട്ടികളൊക്കെ അവനവൻ്റെ കാലിൽ നിൽക്കാനാകട്ടെ. കാരണം ചെറിയ ചെറിയ കുട്ടികളാണേ. നിങ്ങളിപ്പോൾ തന്നെ നമ്മളൊന്നും വന്നുകൊണ്ട് പിന്നെ ബുദ്ധിമുട്ടാക്കല്ലേ. കുഞ്ഞു മക്കളെ കൊല്ലുന്ന ആൾക്കാരൊന്നും നിങ്ങൾ കാണൂല. അവരൊക്കെ സുഖമായി ജയിലിൽ പോയി ജീവിക്കുന്നു. അന്റെ കടോ, അന്റെ കുട്ടികള്, ഭാര്യ, അച്ഛൻ, അമ്മ, ഉമ്മ, ഉപ്പ, ഡാഡി, മമ്മി, അതൊന്നും എനിക്ക് പ്രശ്നമല്ലടോ. ഈ കട ഉണ്ടാക്കി എന്നോട് ചോദിച്ചിട്ടാ? ഞാൻ എപ്പോഴും വരും. എന്റെ നോട്ടം എന്റെ മേലെയാ. അനക്ക് കുറച്ച് അഹങ്കാരം കൂടിയിട്ടുണ്ട് ഏട്ടാ, അത് ഈ മനസ്സിലാക്കിയോ? എടോ ഒരു 10-20 വർഷം മുമ്പൊക്കെ എനിക്ക് വല്ലപ്പോഴും വർഷത്തിൽ ഒരു പ്രാവശ്യം ഇവിടെ വരാറുള്ളൂ. കാരണം എന്താ? അന്നത്തെ കഞ്ഞും കാന്താരിയും ചേമ്പും ചേനയും തിന്ന ആളുകളായിരുന്നു. ഇന്ന് നിങ്ങൾ ഇഷ്ടം പോലെ ഫാസ്റ്റ് ഫുഡ്, കൊഴുപ്പുള്ള ആഹാരങ്ങൾ പലതരത്തിൽ കരിച്ചും പൊരിച്ചും തിന്നുന്നത്. ഇപ്പൊ ഞമ്മക്ക് ഭയങ്കര പണിയാ. കാരണം എന്താ? ആഴ്ചയിൽ 2-3 പ്രാവശ്യമൊക്കെ ഒരു സ്ഥലത്തേക്ക് വരേണ്ടി വരിക. പണ്ടൊക്കെ വർഷത്തിലോ 3 വർഷം കൂടുമ്പോഴോ ഒരു വരവ് വരിക ഓരോ ഗ്രാമങ്ങളിലേക്കൊക്കെ. ഇപ്പൊ ഗ്രാമങ്ങളിലാണ് കൂടുതൽ, നഗരങ്ങളൊക്കെ നമുക്കിപ്പോൾ പണിയെടുത്താൽ തീരില്ല. കാരണം ആള് വേണം, ഇനി ആളെടുക്കണം, ആളെ കൊണ്ടുപോയി. അറ്റൊക്കെ വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, ഈ നാട്ടിലൊക്കെ എത്ര ക്രൂരന്മാരും എത്ര വഞ്ചകന്മാരും എത്ര കൊലപാതകളും ഉണ്ട്. നമ്മളീ കുടുംബം നോക്കി പാവങ്ങൾ ജീവിക്കണ പോലെ എങ്ങനെയാണ് ജീവിച്ചു പോട്ടെ. നിങ്ങൾ അവിടേക്കൊക്കെ പോയി നോക്കി. നമ്മളൊന്നും ഇപ്പം തന്നെ നിങ്ങൾ കൊണ്ടുപോകാൻ വരില്ലേ. ഇവന്മാരിപ്പോൾ നടപടിയാവാൻ തോന്നില്ല, വേറെ വഴിക്ക് നീങ്ങ. ഇവന്മാരൊക്കെ കിട്ടും, കിട്ടാണ്ട് എവിടെ പോവാനാ? നല്ലോണം തിന്നും മക്കളെ, മട്ടനും ചിക്കനും ഒക്കെ. ഹലോ, ഞാൻ വന്ന വഴിക്കൊന്നും കിട്ടിയില്ല. അവിടെ എവിടെയുള്ളത്? എത്ര ആളുണ്ടാവും? ആണോ? ഇപ്പോഴും ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ? എന്നാൽ ഞാൻ ആ വഴിക്ക് വരാം. ഞാൻ ഇവിടെ 2 പേരെ നോക്കി, നടക്കുന്നില്ല. അവർ കുറച്ച് കഴിഞ്ഞാൽ വരാതെ എവിടെ പോവാനാ? ആയിക്കോട്ടെ, ഞാൻ അങ്ങോട്ട് വരാം. ഹൗ ഭാഗ്യ സൗഖ്യത്തെ. ഞാൻ വിചാരിച്ച എൻ്റെ വയറും തടിയൊക്കെ കണ്ടപ്പോഴേ മൂപ്പര് എന്നെ കൊണ്ട് പോകുന്നു. ഞാൻ പേടിണ്ടായിരുന്നു. എനിക്ക് എൻ്റെ മുന്നിൽ നിന്നൊന്നും പറയാനും വയ്യ. ഏതായാലും ഈ കല്യാണത്തിന് കുറച്ച് കഴിച്ചിട്ട് പോരെ. കുറച്ചുണ്ട്. ഈ എനിക്ക് കല്യാണമല്ലോ. ഇനിയിപ്പോ ഞാൻ കല്യാണത്തിൽ പോണില്ല. കാരണം മൂപ്പര് അങ്ങനെയൊക്കെ പറഞ്ഞ ശരിക്ക് പറഞ്ഞല്ല. എന്തായാലും ഒന്ന് പോയോക്ക്. ഇന്ന് മുതൽ എന്നാ ഭക്ഷണം കുറക്കാനുള്ള പരിപാടി. അത്രേ ഉള്ളൂ. എന്താ പ്രശ്നം അറിയാലോ. ഹലോ ഹലോ ഷൗക്കത്തെ, നീ അറിഞ്ഞോ? ഇല്ല, എന്താ പ്രശ്നം? നമ്മളെ സുന്ദരം മരിച്ചതാ കുറച്ചേരത്തെ. ആര്? ഞാനും അവനും കൂടി ഇപ്പൊ കടയിൽ പോയി വന്നിട്ടല്ലേ ഉള്ളൂ. എനിക്കറിയില്ല. ഇപ്പൊ അറ്റാക്ക് എന്താന്ന് തോന്നുന്നു, കഴിഞ്ഞു വിടാ വീട്ടിൽ കേട്ടോ. എന്താണ് ചെയ്യാ മനുഷ്യന്റെ ഓരോ കാര്യങ്ങൾ. എല്ലാരും അറിയിക്കട്ടോ. ആര്? ആരാ മരിച്ചു പറഞ്ഞേ? എടാ നമ്മളെ സുന്ദരനില്ലേ,
സുന്ദരം മരിച്ചു. പിന്നെ ഇപ്പം നമ്മൾ ആ കടയിൽ പോയി വന്നിട്ടുള്ളൂ. ആ കള്ള ചങ്ങായി ആ കുരിപ്പ് അറ്റാക്കാണ്ട് പോയപ്പോഴേ ഞാൻ വിചാരിച്ചു ഏതെങ്കിലും പാവങ്ങളെ കൊണ്ടുപോകുന്നു. ഓൻ എത്ര വയസ്സുണ്ടാവും? വയസ്സൊന്നുമല്ലടോ പ്രശ്നം. എൻ്റെ ആ കുടുംബത്തിൻ്റെ കാര്യം ഞാനിങ്ങനെ ആലോചിച്ചത്. 32 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെ കൂടെ കളിച്ചും ജീവിക്കേണ്ട ആളുകൾ പലരും നഷ്ടപ്പെടുകയാണ്, വീണ്ടും പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാം 40 വയസ്സ് 45 വയസ്സ് താഴെയാണ്. നമ്മളൊക്കെ വിചാരിക്കുന്നത് 60-70 വയസ്സ് വരെ ജീവിക്കുന്നുള്ള പ്രതീക്ഷയിൽ നമ്മളൊക്കെ നിൽക്കുന്നില്ലേ. പക്ഷെ പറ്റാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ എന്താണ് ആരിസെ, ഭക്ഷണത്തിന്റെ പ്രശ്നമാണോ? ഫുഡിന്റെ പ്രശ്നം, അതേമാതിരി ഓരോ ഭക്ഷണ രീതി, പിന്നെ ജീവിത ശൈലികൾ മാറി. പക്ഷെ വേറെ കാര്യം സൗഖ്യത്തെ, പഴയ നമ്മളെ ആൾക്കാർക്ക് 70, 80, 90 വയസ്സ് വരെ ജീവിച്ചല്ലോ. ഭക്ഷണത്തിന്റെ മാറ്റം, അത് ഭക്ഷണത്തിന്റെ മാറ്റം തന്നെ മെയിൻ പ്രശ്നം വന്നിരിക്കുന്നത് അതാണ് അല്ലേ. ഫാസ്റ്റ് ഫുഡ് ഇപ്പൊ ഒരു കല്യാണോ കാര്യങ്ങളോ ഉണ്ടാകുമ്പോ ഒരു മതി മറന്ന് തിന്നാണ്. പിന്നെ നമ്മൾ വീട്ടിൽ അതുപോലെ ചെയ്യാം. അപ്പൊ ഫാസ്റ്റ് ഫുഡുകൾ ഇഷ്ടംപോലെ കൂടി. ഫുഡിന്റെ പ്രശ്നം തന്നെ ഇത്. ഫാസ്റ്റ് ഫുഡ്, പഴയ എണ്ണ, പഴകിയ എണ്ണ, അതൊന്നും നമ്മൾ പോയി ചെക്ക് ചെയ്യണില്ലല്ലോ. പ്രത്യേകിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് പാർക്കിംഗ് ചെയ്യാൻ തന്നെ സ്ഥലമില്ല. അത് ഹോസ്പിറ്റലിൽ അപ്പൊ കാണുമ്പോ എന്താ അറിയോ, സർക്കാർ ആശുപത്രി ആയിക്കോട്ടെ, പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, ഹോസ്പിറ്റലിന്റെ മുറ്റത്ത് മുഴുവൻ വാഹനങ്ങളാ. ചില സ്ഥാപനങ്ങൾക്ക് ഞായറാഴ്ച തിരക്ക് കുറവെന്ന് അറിയില്ലോ. ഹോസ്പിറ്റലിൽ 24 മണിക്കൂർ 7 ദിവസവും തിരക്കായിരിക്കും. പിന്നെ ഹോസ്പിറ്റലിൽ കൂന് പോലെ പൊന്തിക്കൊണ്ടിരിക്കുക. ഞാൻ ചോദിക്കട്ടെ, ആരിസ് ഹോസ്പിറ്റലിന്റെ മുതലാളിയാണെങ്കിൽ ഹോസ്പിറ്റൽ നഷ്ടമാവാൻ ആഗ്രഹിക്കുമോ? രോഗികൾ ഉണ്ടാവാനല്ലേ ആഗ്രഹിക്കുന്നത്. അപ്പൊ രോഗികൾ ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെയല്ലേ. 95% ഹൃദയമായി ബന്ധപ്പെട്ട കേസാണ്. അത് കുടുംബം അടക്കാണ് പോണത്. അത് ഒരാൾ രോഗാവസ്ഥയിലായാൽ, അറ്റാക്ക് പോലെ സംഭവം വന്നാൽ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ അയാളും പോകും, കുടുംബവും പോകും അല്ലേ. കാരണം വെച്ചാൽ പൈസ സാമ്പത്തികം കൂടെ എല്ലാം ഇല്ലാണ്ടാവുകയാണ്. കണക്ക് പ്രകാരം ഈ മലബാർ ഏരിയയിൽ ഹോസ്പിറ്റലുകൾ പെരുകി വരികയാണ്. അതിന്റെ കാരണം എന്താ വെച്ചാൽ ഫുഡ് തന്നെയാണ്. അമിതമായിട്ട് കഴിക്കരുത്, അമിതമായിട്ടുള്ള ഈ എണ്ണ ഉപയോഗിച്ചുള്ള ഭക്ഷണങ്ങൾ കഴിക്കരുത്, ലിമിറ്റ് വെച്ച് കഴിക്കുക. അപ്പൊ സുഹൃത്തുക്കളെ, ഈ വിഷയത്തിൽ നമ്മളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഈ അറ്റാക്ക് ഉണ്ടാകുന്നതിനെ പറ്റി ആർക്കും ഒരു ധാരണയില്ല. ഈ ഫുഡ് തന്നെയാണ് മെയിൻ പ്രശ്നം. ഫുഡ് തന്നെയാണ്. കാരണം മട്ടനും ചിക്കനും ബീഫുമായിട്ട് പൊരിച്ചവും കരിച്ചവും തന്നെ 4 നേരം നമ്മൾ കഴിച്ചാൽ, പണ്ടൊന്നും ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ നമുക്കില്ലായിരുന്നു. കാരണം ഇത്ര ഫുഡ് പണ്ട്, ഇത്ര പൊരിച്ചവും കരിച്ചൊന്നും പണ്ടില്ല. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ഭക്ഷണം കഴിക്കണം, മതി മറന്ന് കഴിക്കണോണ്ടാണ് ഇങ്ങനെ വരുന്നത് തന്നെയാണ് ഞങ്ങളൊരു ധാരണ. ഞങ്ങൾ ഡോക്ടർമാരോ വിവരമുള്ള ആൾക്കാരൊന്നല്ല, ഞങ്ങളൊരു ധാരണ അതാണ്. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ട കേസ് തന്നെയാണ്. വിലപിടിപ്പുള്ള സാധനം വാങ്ങി നമ്മൾ വിലപ്പെട്ട ജീവൻ കളയാണ്. ഇപ്പം നമ്മൾ അടുത്ത കാലത്ത് ഏറ്റവും ചെറിയ പ്രായത്തിലുള്ള സഹോദരന്മാർ നമുക്ക് നഷ്ടപ്പെട്ടു. 19 വയസ്സ്, 8 വയസ്സ്, 45 വയസ്സിന് താഴെയുള്ള ഒരുപാട് ആളുകളാണ് ഇപ്പോൾ കുഴഞ്ഞു വീണ് മരിച്ചത്. അതിൽ ഒരുപാട് പല കാരണങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ വാക്സിനേഷൻ്റെ സംഭവം പറയുന്നുണ്ട്. അതൊന്നും നമുക്ക് ആധികാരികമായിട്ട് പറയാൻ നമുക്കറിയില്ല. അങ്ങനെയും പറയുന്നുണ്ട് ആളുകൾ. ഇപ്പോൾ ഞങ്ങൾ 3 പേരുണ്ട്, ഞാനും ആരിസും ഷൗക്കത്തുണ്ട്. നാളെ ഇതുപോലെ നിങ്ങളെ മുമ്പിലേക്ക് ഒരു വീഡിയോ ചെയ്ത് വരാൻ പറ്റുമോ നമുക്ക് ഉറപ്പൊന്നുമില്ല അല്ലേ ഷൗക്കത്തെ. നാളെ രാവിലത്തെ 5 മണീൻ്റെ ബാങ്ക് കേൾക്കുമ്പോഴാണ് ഒരിക്കലും കൂടി ജീവിച്ചിരിപ്പുണ്ടെന്നുള്ളത് ബോധ്യപ്പെടുക അല്ലേ. വേറെ നമുക്ക് പറയാൻ കഴിയില്ല. പിന്നെ ഇതിപ്പോൾ വേറെ സിമ്പിളായിട്ട് പറയാം, ഈ കുപ്പായി നാളെ ആരാന്ന് പറയാൻ പറ്റില്ല അല്ലേ. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പം നമ്മളുള്ളത്. അല്ല, നാളെ എന്ന് പറയാൻ പറ്റില്ല ആരിസേ, അടുത്ത സെക്കൻഡ് എന്ന് എന്താ പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അടുത്ത സെക്കൻഡ് എന്താ നമ്മളുടെ അവസ്ഥ എന്ന് പറയാൻ പറ്റാത്തൊരു കാലമാണ്. അതന്നെ പകേഷ് പറഞ്ഞ ഭയങ്കര പോയിന്റാണ്. നമ്മളാരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. നമ്മളൊരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് അവിടെ പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് ഫോൺ ചെയ്ത് പോയിട്ട് വരുമ്പോ ആരാണ് നമ്മൾ ഇട്ട ഡ്രസ്സ് ഊരാൻ നമുക്ക് കഴിവുണ്ടോ, അല്ലെങ്കിൽ ആവുന്നുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ജീവൻ ശരീരത്തിലുണ്ടോ, ഒന്നും പറയാൻ പറ്റില്ല. ഏത് ജാതി ആയാലും ഏത് ഇതായാലും. അപ്പോൾ നമുക്കെല്ലാവരും വേണ്ടപ്പെട്ടവരാണ്. ഒരാളും നമുക്ക് വേണ്ടപ്പെട്ടവരല്ലാത്തില്ല. എല്ലാവരും നമ്മളെ സഹോദരന്മാരാണ്. ഓരോരുത്തരും രാവിലെ ഓരോ തൊഴിലിന് പോയിട്ട് അവരുടെ കുടുംബം പോറ്റാനൊക്കെ പോകുന്നവരാണ്. അപ്പോൾ നമ്മൾ തന്നെ നമ്മളെ നിയന്ത്രിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരെയും അതുപോലെ തന്നെ അവരവരുടെ വിശ്വാസങ്ങളനുസരിച്ചുള്ള പടച്ചോൻ സർവേശ്വരൻ എല്ലാവരും അവരവരെ കാക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, അവർക്ക് ദീർഘായുസ് നൽകട്ടെ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.